തൂത്തി അറിഞ്ഞ് അവരെന്നെ പരിഹസിക്കുകയുണ്ടായി. ഇതെൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയണമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കാൻ പോയപ്പോഴത്തേനും എന്നെ തടഞ്ഞു നിർത്തുകയുണ്ടായി. എന്നെ അനങ്ങാൻ പോലും സമ്മതിക്കാതെ എന്നെ തടഞ്ഞു നിർത്തി ഭിത്തിയിൽ ചേർത്ത് നിർത്തി എൻ്റെ കഴുത്തിന് കുത്തി പിടിക്കുകയുണ്ടായി. എന്നിട്ട് എന്നെ കവിളത്തടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെ കൊന്നു കളയും, നീ കൊന്ന് കെട്ടിത്തൂക്കിയത് ആത്മഹത്യയാക്കി കളയും, നീ ഇത് ആരെടുത്താ പറയുന്നത് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ആണ് നീ പറയുന്നതെന്നുണ്ടെങ്കിൽ അവരെ കള്ള കേസ് കൊടുക്കും, ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് സ്വാധീനം ഉപയോഗിച്ച് എല്ലാത്തിനെയും അകത്താക്കി കളയും. എൻ്റെ ഭർത്താവ് ജയിലിലാവാൻ സാധ്യതയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോയി കഴിഞ്ഞാൽ എനിക്ക് അഭിഷേകന വേണം ഭർത്താവായിട്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെ വലിയ വിഷയങ്ങളാണ് ഉണ്ടായത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവും ഭർത്തൃ വീട്ടുകാരും മാനസികമായി പീഡിപ്പിച്ചെന്നും യുവതി പറയുന്നു. SI അഭിഷേക്, വനിതാ SI ആശ, അഭിഷേകിന്റെ സഹോദരൻ അമ്മ എന്നിവർക്കെതിരെ പരവൂർ പോലീസ് കേസെടുത്തു. സ്ത്രീധനം വേണമെന്ന് പറയുന്നത് അമ്മയും അനിയനും കൂടിയാണ് പറയുന്നത്. അച്ഛനും അമ്മയും ഗവൺമെന്റ് സർവീസിലായിരുന്നു. അവർ റിട്ടയർഡ് ആയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് 75 ലക്ഷം രൂപ കിട്ടിയെന്ന് അവർ തന്നെ പറയുന്നത്. ആ 75 ലക്ഷം രൂപയ്ക്കകത്തുനിന്ന് 50 ലക്ഷം രൂപ കൂടെ മേടിച്ചുകൊണ്ട് വന്ന SIയുടെ ഭാര്യയായിട്ട് നിനക്ക് ആ വീട്ടിൽ, അഭിഷേകിന്റെ ഭാര്യയായിട്ട് നിനക്ക് അവിടെ ജീവിക്കാം. ലാസ്റ്റ് വഴക്കുണ്ടായതിൻ്റെ അന്ന് എൻ്റെ താലിമാല വലിച്ച് പൊട്ടിക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഇന്നലെയും ഇന്നുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഏറ്റവും അധികം വൈറലായ ഒരു വാർത്തയാണിത്. വീട്ടുകാരോട് തന്നെ ഒരുപാട് വഴക്കിട്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഈ പെൺകുട്ടി ഈ വിവാഹം നടത്തിയെടുത്തത്. 100 പവനോളം സ്വർണവും പണവും നൽകിയാണ് ഈ വിവാഹം നടത്തിയത്. വിവാഹം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വിവാഹം നടത്താൻ വേണ്ടി ചെറുക്കന്റെ വീട്ടുകാർ 5 ലക്ഷം രൂപയാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും വാങ്ങിയത്. ഇതൊന്നും കൂടാതെ ഇവരിപ്പോ താമസിക്കുന്ന വീട് പോലും ഈ പെൺകുട്ടിയുടെ അച്ഛൻ നിർമ്മിച്ച് നൽകിയതാണെന്ന് പറയുന്നു. ഞാൻ ആലോചിക്കുന്നത്, ഇത്രയേറെ പണവും സ്വത്തും സ്വർണവും നൽകി എന്തിനാണ് പെൺകുട്ടിയുടെ പാരന്റ്സ് അവരുടെ മക്കളെ വിവാഹം കഴിപ്പിച്ചയക്കുന്നത്? വിവാഹം കഴിച്ച് ആദ്യ നാളുകളിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവർ പോയത്. എന്നാൽ ഈ വിവാഹം കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം ഈ പെൺകുട്ടിയുടെ ഭർത്താവ് എന്നറിയപ്പെടുന്ന പോലീസുകാരൻ കൂടെ ജോലി ചെയ്യുന്ന SI ആയ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയായിരുന്നു. ഈ പെൺകുട്ടിയും വിവാഹിതയാണ്. എന്തായാലും പെൺകുട്ടി ഇതെല്ലാം അറിയുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. ഒരു സംശയം തോന്നിയ പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇവരുടെ ഭർത്താവും ആ സ്ത്രീയും കൂടി ഒരുമിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. അന്ന് തന്നെ ഈ പെൺകുട്ടിയെ ഒരുപാട് ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇത് പുറത്തു പറയുകയാണെങ്കിൽ നിന്നെ കള്ള കേസ് കൊടുത്ത് ഞങ്ങൾ അകത്താക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് മർദ്ദിക്കുകയും ചെയ്തു. ഇത്തരം വാർത്തകൾ ഇപ്പോൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഇതിനൊന്നും തടയിടാൻ ഇതുവരെ ഒരു പോലീസിനോ കോടതിക്കോ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ നിയമങ്ങൾ പോലും ഇത്തരക്കാർക്ക് അനുകൂലമാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരാണ് തന്റെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ ചതിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഇതിനെ ഇരയാക്കപ്പെട്ടവരായിരിക്കും. ഒരുപാട് ദുരിതപൂർണമായ ജീവിതത്തിലൂടെയാണ് ഇത്തരക്കാർ കടന്നു പോകുന്നത്. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ചതിയത്തികളുണ്ട്. ഒരുപാട് പുരുഷന്മാർ തന്റെ മക്കളുമായിട്ട് ഇന്നും ഒരുപാട് സഹിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം പഠിച്ച് നല്ലൊരു ജോലി വാങ്ങുക എന്നുള്ളതാണ്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടായാൽ തന്നെ ഒരു പരിധിവരെ ഇതിൽ നിന്നൊക്കെ നമുക്ക് കരകയറാനാകും. സ്ത്രീധനം എന്ന സമ്പ്രദായത്തെ ആദ്യം തന്നെ തടയിടേണ്ടത് ഇവിടുത്തെ പെൺകുട്ടികളും അവരുടെ പാരന്റ്സും തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് സ്ത്രീധനം കൊടുക്കുന്നത്? സ്ത്രീധനം എണ്ണിപ്പെറുക്കി ചോദിച്ചു വാങ്ങുന്നവരോട് അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നറിയാനുള്ള സാമാന്യ വിവരമെങ്കിലും നിങ്ങൾ കാണിക്കുക. ഒരുപാട് സ്വത്തും പണവും നൽകിയാൽ ഒരുപാട് നല്ല ജീവിതം ലഭിക്കും എന്നുള്ള തെറ്റായ ചിന്തയാണ് ആദ്യം എടുത്തു കളയേണ്ടത്. സ്ത്രീധനമൊന്നും ആഗ്രഹിക്കാത്ത, വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികളെ നന്നായി തന്നെ നോക്കാൻ പ്രാപ്തിയുള്ള ഒരുപാട് പുരുഷന്മാർ നമ്മുടെ ലോകത്തുണ്ട്. അതുപോലെയുള്ള ആളുകളെ കണ്ടെത്തി വിവാഹം കഴിക്കുക. അല്ലാതെ കണക്ക് പറഞ്ഞ് സ്ത്രീധനം ചോദിച്ചു വരുന്നവരെ അല്ല തന്റെ മകൾക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടത്. ഇത്രയുമൊക്കെ ഈ പെൺകുട്ടിയോട് ഇയാൾ കാണിച്ചിട്ടും പെൺകുട്ടി പറയുന്നത് എന്റെ ഭർത്താവ് എന്നാണ്. ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. ഇത്രയേറെ തന്നെ ദ്രോഹിച്ച ഒരാളെ എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് എന്റെ ഭർത്താവ് എന്ന് ഇങ്ങനെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നത്? അന്യ സ്ത്രീകളെ അന്വേഷിച്ച് ആഗ്രഹിച്ച് അവരോടൊപ്പം പോകുന്ന പുരുഷന്മാരെ തിരിച്ചു കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇത്തരം ആളുകളിൽ നിന്നും അകന്നു നിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ മാനസികാരോഗ്യത്തിനും ശാരീരികാരോഗ്യത്തിനും നല്ലത്. ഇങ്ങനെ തന്റെ പാർട്ണർ തന്നെ ചതിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ അതിൽ നിന്നും ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതിൽ പിടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ 1/4 ഭാഗം പണം പോലും വേണ്ട ആ കുട്ടിക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ.
നിങ്ങളുടെ മക്കൾ നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ അത് ഒരു മാർഗമാണ്. നിങ്ങളുടെ കാലശേഷവും നല്ല രീതിയിൽ തന്നെ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇനി കുട്ടിയുള്ളതാണെങ്കിൽ കുട്ടിയെയും വളരെ നന്നായി തന്നെ നോക്കാൻ അവർക്ക് സാധിക്കുന്നു. പണ്ടത്തെ കാലത്ത് ഇതെല്ലാം സഹിച്ചു നിന്ന് ജീവിക്കുന്നു എന്നാൽ അതിന്റെ പ്രധാന കാരണം തന്നെ പെൺകുട്ടികൾക്ക് ജോലിയില്ല, വിദ്യാഭ്യാസമില്ല എന്നതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, കാലം മാറി. ഈ ലോകത്ത് എവിടെ പോയാലും എന്തെങ്കിലും ഒരു ചെറിയ ജോലിയെങ്കിലും നമുക്ക് കിട്ടാതിരിക്കില്ല. ഇപ്പോ ഈ ഒരു കേസിൽ തന്നെ പെൺകുട്ടിയുടെ ഫാദറാണ് ഇവർക്ക് വേണ്ട വീടൊക്കെ വെച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നു. ഒരു പെൺകുട്ടി കല്യാണം കഴിപ്പിച്ച് ചെല്ലുന്ന വീട്ടിൽ എന്തിനാണ് പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഈ പാരന്റ്സ് വീടൊക്കെ വെച്ചു കൊടുക്കുന്നത്? വീട് വെച്ചു കൊടുക്കാനുള്ള സാമ്പത്തികവും ജോലിയും എല്ലാം അവർക്ക് ഉണ്ടെന്നിരിക്കെ അപ്പം ഇതൊക്കെ തന്നെയാണ് ഇത്തരം ആൾക്കാർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത്. പണം ആയാലും സ്വത്തായാലും സ്വർണമായാലും ആവശ്യത്തിന് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. പാമ്പിനെ കൊണ്ട് തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ സൂരജ്, പിന്നെ വിസ്മയ, ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ പെൺകുട്ടിയുടെ പാരന്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്. ഇങ്ങനെ അമിതമായി നിങ്ങൾ കൊടുക്കുന്ന സ്ത്രീധന തുക തന്നെയാണ് ഇത്തരക്കാർക്ക് ഇനിയും പ്രചോദനമാകുന്നത്. പെൺകുട്ടികൾക്ക് അത്യാവശ്യം ജോലിയും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇത്രയും സ്ത്രീധനം നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് വേണ്ടത്, അവർക്ക് ജീവിക്കാൻ ആവശ്യമായത് അവർ തന്നെ സമ്പാദിച്ചെടുത്തോളൂ. ഇതിപ്പോ നമ്മൾ ഇതിനെക്കുറിച്ച് എത്ര സംസാരിച്ചാലും എത്ര വീഡിയോസ് ചെയ്താലും എല്ലാ വർഷവും ഇതുപോലുള്ള കേസുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. സ്ത്രീധനം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിർത്തലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പണം കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒഴിവാക്കുന്നതിന് തുല്യമാണ് ഇത്രയും വലിയ തുക സ്ത്രീധനമായി കൊടുക്കുന്നത് തന്നെ. ഈ ഒരു പെൺകുട്ടിയുടെ കേസ് തന്നെ എടുത്താൽ സ്വർണം കൊടുത്തു, പണം കൊടുത്തു, അതിനുശേഷം അവർക്ക് കല്യാണം നടത്താനുള്ള പണം വരെ ഈ പെൺകുട്ടിയുടെ പാരന്റ്സ് കൊടുക്കുന്നു, അതിനുശേഷം വീട് വരെ വെച്ചു കൊടുക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാള് അത്യാവശ്യം ജോലി ചെയ്ത് നിങ്ങളെ നോക്കാനുള്ള കഴിവ് പോലും ഇല്ല എങ്കിൽ എന്തിനാണ് നിങ്ങൾ ആ വിവാഹ ബന്ധത്തിലേക്ക് പോകുന്നത്? അപ്പോ ഇനിയെങ്കിലും പെൺകുട്ടികൾ ഇത്തരം ചതിയിലൊന്നും പോയി ചാടാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടത് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമാണ്. നാളെ നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന പാർട്ട്ണർ നിങ്ങളെ ജീവിതാവസാനം മുഴുവൻ നോക്കണമെന്നില്ല. ഇപ്പോ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ജോലിയും അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യമെങ്കിലും പോട്ടെ, നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ മക്കളുടെ കാര്യമെങ്കിലും നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ പുറകെ നിങ്ങൾക്ക് നടക്കേണ്ടി വരും.